കുംഭമേള അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതിനെ തകർക്കാനായിട്ട് രാജ്യത്തൊരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഒരുപക്ഷെ കുംഭമേളയിൽ പോകണമെന്ന് തന്നെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും കുംഭമേള 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. അതിന് വേറൊരു വിശ്വാസമുണ്ട് കേട്ടോ. ഇന്ത്യൻ ആത്മീയത അനുസരിച്ച് മറ്റൊരു വിശ്വാസമുണ്ട്. നമ്മളെപ്പോഴും അമ്പലത്തിൽ പോകുന്നതെന്നറിയാമോ? ദേവനും കൂടെ വിചാരിക്കണമെന്നാണ്, അല്ലെ ദേവിയും കൂടെ വിചാരിക്കണമെന്നാണ്, അല്ലെങ്കിൽ അവിടെ പോറ്റി തിരിഞ്ഞെങ്കിലും നിൽക്കുമെന്നാണ്. നമ്മൾ ചെല്ലുമ്പോഴേ തിരക്കെങ്കിലും കാണാം, നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ്. നമുക്ക് കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് കാണാൻ പറ്റില്ല? വിഗ്രഹത്തെ ദർശിക്കാനാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. ദർശിക്കാൻ ചിലപ്പോൾ പറ്റില്ല. മിനിമം പോറ്റിയെങ്കിലും അവിടെ തിരിഞ്ഞ് പൂജ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. തിരക്കിനിടെ നമ്മൾ തള്ളിവിടുകയും ചെയ്യും. ഇപ്പുറത്തേക്കുന്ന സെക്യൂരിറ്റിക്കാരൻ മാറി പോകാൻ പറയുകയും ചെയ്യും തിരക്കാണെങ്കിൽ. അപ്പോൾ ദേവനും ദേവി വിചാരിക്കണം. അപ്പോൾ അതിനൊക്കെ ചെല്ലുക എന്ന് പറയുന്നത് വേറൊരു പുണ്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇപ്പോൾ 144 വർഷത്തിലൊരിക്കലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അല്ല, ഈ പലരും പറയുന്നത് എന്തോ പരിഹസിക്കുന്നു അല്ലേ? പരിഹസിക്കുക എന്ന് പറഞ്ഞാലേ ഇത് വിവരമില്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ പരിഹസിക്കുന്നത്. അന്നുമുണ്ട് ദേവന്മാരും അസുരന്മാരും. എന്താണ് ഇതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും കൂടെ അമൃതിന് വേണ്ടിയിട്ടുള്ള അമൃത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അമൃത് കിട്ടുന്നൊരു സ്റ്റേജ് വരുമ്പോൾ അസുരന്മാർ എന്ത് ചെയ്യുകയും ചെയ്തു? ഇത് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി നടന്ന തർക്കങ്ങളുടെയും കൂടി ഒരു കഥയാണ് അതിനകത്ത് കിടക്കുന്നത്. ഇന്നും അത് തന്നെയല്ലേ? അസുരന്മാരല്ലേ ഈ ലോകം മുഴുവൻ കൈയടക്കിയിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ ഏറ്റവും വലിയ അസുരനല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഇതിനെതിരെ വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യസഭ MP ഉണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം തന്നെ ഒരു അസുരനല്ലേ? കാര്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്രയോ ദേവന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവന്മാരെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച് വരുന്ന എത്രയോ ദേവന്മാരുണ്ട്. ഇതുപോലെ ഇറങ്ങുന്നവരാണ് അസുരന്മാർ. അവരെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടല്ലേ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എന്താകുന്നത്? അധികാരം പിടിച്ചുകൊണ്ടിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാലത്തും അധികാരം പിടിക്കുന്നവർ, സമ്പത്ത് പിടിക്കുന്ന അസുരന്മാർ എല്ലാ കാലത്തും ഉണ്ട്, ദേവന്മാരും ഉണ്ട്. ഇത് തമ്മിലുള്ള യുദ്ധമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുംഭമേള. അതിൽ ദൈവത്തിൻ്റെ അംശത്തിലേക്ക് നമ്മൾ പോകണമെന്നാണ്. ദൈവാംശത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നന്മയുടെ അംശത്തിലേക്ക് മനുഷ്യർ പോകണം. അങ്ങനെ ഈ നടന്ന അമൃതനുള്ള കണ്ടെത്തലിൻ്റെ ഇടയിൽ 3-4 തുള്ളി അമൃത എവിടെ വീണു? ഈ 4 സ്ഥലത്ത് വീണു. പ്രയാഗ്രാജിലും നാസിക്കിലും അടുത്തുള്ള ഒരു സ്ഥലത്ത് 4 നദികളുടെ തീരത്ത് വീണു. ഇതാണ് സങ്കല്പം. എന്താ ഈ അമൃതം എന്ന് പറഞ്ഞ് വീണത്? നന്മയാണ്. അങ്ങനെ എടുക്കൂ സാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മോഡേൺ സയൻസുമായിട്ട് ബന്ധിപ്പിച്ചാൽ നല്ല രസമല്ലേ ഇത്? നന്മയുടെ അംശങ്ങളാണ് ഈ 4 വീണുവെന്ന് വിശ്വസിക്കുന്നത്. അതിനെ പ്രലോഭിപ്പിക്കാൻ, ആ നന്മയുടെ അംശങ്ങളെ വീണ്ടും ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്നൊക്കെയാണ് ആളുകൾ അവിടെ പോയി അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിൻ്റെ പൂജ ചെയ്യുക, അവിടെ പോയി കുളിക്കുക, നദിയിൽ മുങ്ങുക എന്നൊക്കെ പറയുന്നത് നന്മയുടെ, തിന്മയുടെ മുകളിലുള്ള, അസുരന്മാരുടെ മുകളിലുള്ള ദേവന്മാരുടെ വിജയമാണ്. ആശ്രിതയ്ക്ക് മുകളിലുള്ള ദേവത്വത്തിൻ്റെ വിജയമാണ് ഈ കുംഭമേള. അങ്ങനെ എടുക്കണം. അതിന് നല്ല രസമല്ലേ? പക്ഷെ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഹസിക്കുന്നത്, മോശപ്പെടുത്തുന്നത്. ഈ സന്യാസിമാർ തന്നെ അല്ലേ, അവർ എല്ലാം പരിത്യാഗികളല്ലേ? അവർ 100%. എന്തുകൊണ്ടാണ് അവർ വസ്ത്രം കുറച്ച് ധരിക്കുന്നത്? വസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യത്തിനും അപ്പുറമുള്ളതാണ് അവരുടെ ജീവിതം. രമണ മഹർഷിക്ക് വസ്ത്രം കിട്ടാത്തതുകൊണ്ടാണോ കുറച്ച് വസ്ത്രം ധരിച്ചിരുന്നത്? അല്ലല്ലോ. ചട്ടമ്പി സ്വാമികൾ, ഗുരുദേവന് ഷർട്ടും കോട്ടും കിട്ടാത്തതുകൊണ്ടാണോ മുണ്ട് മാത്രം ധരിച്ചത്? ഗാന്ധിജി എന്തിനു പറയുന്നു? മഹാത്മാഗാന്ധി അരമുണ്ട് ധരിച്ചതിനാണ്. കോട്ട് ഉപേക്ഷിച്ച ആളല്ലേ? അവരെ ഒന്നും അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ കാണുന്നില്ലയോ എന്നുള്ളത്. ഈ ഇന്ത്യ അറിയത്തില്ല, സനാതന ധർമ്മം എന്താണെന്നറിയില്ല, ഇന്ത്യയുടെ വേദ സംസ്കാരം എന്താണെന്നറിയില്ല, ഇവിടുത്തെ വിശ്വാസം എന്താണെന്നറിയില്ല. ജോൺ ബ്രിട്ടാസ് കേരളം അവിടെ വിട്ടേക്കുക. ഈ പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ ദീർഘകാലം ഭരിച്ചത്. ദുർഗാപൂജ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ദുർഗാപൂജ. ബംഗാളിൽ ഏറ്റവും പ്രധാനമാണ്. വലിയ പൂജയല്ലേ ദുർഗാപൂജ? അതിൻ്റെ ഘോഷയാത്രയൊക്കെ എത്ര കോടി ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് ഒരിടത്താൽ എല്ലാ അമ്പലങ്ങളിലും ഉത്സവകാലമല്ലേ ഇപ്പോൾ? എതിർക്കാൻ പറ്റുമോ? ഇത് വിശ്വാസികളുടെ നാടാണ്, മതങ്ങളുടെ നാടാണ്, മതങ്ങളുടെ മാതാവിൻ്റെ നാടാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ. വിവേകാനന്ദൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം ഉണ്ടല്ലോ. എല്ലാവരെയും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടാണ് ഇവിടെ. അതുകൊണ്ടാണ് ആദ്യം വന്നവർ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയുന്നുള്ളൂ. സനാതനധർമ്മക്കാരും വേദത്തിൻ്റെ സംസ്കാരമുള്ളവർ ഇവിടെ ജനിച്ചവരല്ല, എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്നൊരു പുതിയ വാദം ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരി, അത് സമ്മതിച്ചു. എന്നാൽ ആദ്യം വന്നവരാണല്ലോ. അതിനുശേഷം വന്നവരെല്ലാം ഉൾക്കൊണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ മിഷനറിമാർ, മതവിശ്വാസികൾ വന്ന് ഇവിടെ മതപ്രചരണം നടത്തിയപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചല്ലോ. പിന്നെ അത് വഷളായപ്പോഴേ കുറേ തർക്കവഴക്കൊക്കെ നടന്നോളൂ. മുസ്ലിങ്ങൾ ഇവിടെ വന്നിരുന്നല്ലോ, എല്ലാവരെയും സ്വീകരിച്ച് മണ്ണല്ലേ ഇത്? സാർ അങ്ങനെ ആലോചിക്കൂ. ലോകത്തെവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ഇനി ഈ സനാതന ധർമ്മക്കാർ അങ്ങ് ഉപേക്ഷിച്ചെന്ന് വരിക, ഇവിടെ ഭരണഘടന കാണുമോ?
ജനാധിപത്യം കാണുമോ? ഇവിടെ ജനാധിപത്യം കാണില്ല. ഈ ബ്രിട്ടാസിൻ്റെ പാർട്ടിക്ക് ഒരു പ്രാവശ്യം ഇന്ത്യ ഗവൺമെൻറ്റിൽ അധികാരം കിട്ടിയെന്ന് വിചാരിക്കുക, സാങ്കല്പികമാണ്. ഇന്ത്യ കാണുമോ? കാണില്ല. ഈ 140ഓളം ഭാഷ, 140ഓളം ഭാഷയുണ്ട് ഇവിടെ. അതിലധികം വസ്ത്രധാരണ രീതികൾ, ആചാരങ്ങൾ, ബുദ്ധമതം, ഹിന്ദുമതം, പിന്നെ ജൈനമതം, പിന്നെ പാഴ്സികളുടെ മതം, പഞ്ചാബികളുടെ ഗുരുനാനാക്കിൻ്റെ ആളുകൾ, അനുയായികൾ, അങ്ങനെ സകല പേർക്കും ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കാൻ കഴിയുന്നത്. ഈ നമുക്കറിയാം, ഈ ഇതിൽ കുംഭമേളയിൽ പോയവരെല്ലാം ആ സ്നാനത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്, ഇവിടുത്തെ പുരോഗമനവാദികൾ ഈ നഗ്ന സന്യാസിമാർ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വല്ലാതെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ അവിടെ ഒരു പ്രത്യേക വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അവര് ഹിമാലയത്തിൽ നിന്ന് വരുന്നവരാണ്, അല്ലേ? അവർ വേറൊരു വിഭാഗം കൊണ്ട് ജീവിക്കുന്നവരല്ലേ സാർ? ഇപ്പം ഞാൻ ഇവർ കളിയാക്കുന്നവർ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയ കുറവുകളിൽ ആദിവാസി ഊരുകളിലൊക്കെ ഞാൻ പോയിട്ടുള്ളവർ, അവരെത്രയാണ് കോട്ട് ധരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചോ, ആദിവാസി ഊരിലുള്ളവർ കോട്ട് ധരിക്കാറുണ്ടോ? യഥാർത്ഥ ഉള്ളിലോട്ട് താമസിക്കും കോട്ട് ധരിക്കാറുണ്ടോ? അവർ ബ്രാ ധരിക്കുന്നുണ്ടോ എന്നുള്ള പോലും, അതെ, പാവാടയും പ്രായം, അല്ലാതെ ഒരു മുണ്ടാണ് അവർ ചുറ്റി, ശരീരമൊക്കെ മറച്ചിരിക്കും, നന്നായി അവർ മറച്ചിരിക്കും, ആരെയും ശരീരഭാഗമെന്ന് കാണിക്കുന്നില്ല. വലിയ വസ്ത്രം ധരിച്ച് കാപട്യം മറച്ചു വെക്കാനായിട്ട് ഉള്ളവരല്ല അവരല്ല. അവരുള്ള വസ്ത്രത്തെ മര്യാദയ്ക്ക് കൊടുത്ത് ശരീരഭാഗമൊന്നും ആരെയും കാണിക്കാതെ, അപ്പോഴും ഞാൻ ഈ പറയുന്ന മോഡേൺ ആളുകളുടെ വസ്ത്രധാരണ രീതിയല്ല അവർക്കുള്ളത്. അവർ കാടന്മാരാണോ? മോശക്കാരാണോ? മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ട അമ്മമാരെല്ലാം കയ്യിൽ കൊടുത്തിരിക്കും, ലുങ്കിയൊക്കെ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അവർ മോശക്കാരാണോ? വേഷം നോക്കിയിട്ടാണോ? മാത്രമല്ല സാറേ, അത് പോട്ടെ, ഈ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ഇപ്പുറത്ത് പറയുന്ന എന്താണ്? എന്തും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തും ഉടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഉടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് ഇതല്ലേ ഭരണഘടന? മോദി സർക്കാരിനെ നോക്കിക്കൊണ്ട് എല്ലാവരും പറയും ഭരണകൂട ഭീകരത. ഞങ്ങൾക്ക് എന്തും കഴിക്കാനുള്ള, ബീഫ് ഉൾപ്പെടെ എന്തും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, മാർക്കറ്റിൽ പോയി ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യമാണ് അമൃതെന്ന് പറഞ്ഞ് ഒരു വശത്ത് പറയുകയും പിന്നെ സന്യാസിമാര് വസ്ത്രം ഉടുത്തോ ഇല്ലെന്ന് അവരെ പറയുന്നതാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്രിട്ടാസിനൊന്നും ഈ സന്യാസിമാരുടെ അറിവിന്റെ തലങ്ങളിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പോട്ടെ, ബ്രിട്ടാസ് അതിന്റെ തലം പോട്ടെ. മാർക്സിസം എന്താണെന്ന് വായിച്ചിട്ടുണ്ടോ പുള്ളി? കാറൽ മാർക്സിന്റെ മൂലധനം പുസ്തകം വായിച്ചിട്ടുണ്ടോ? പിണറായിയുടെ ഔദാര്യത്തിൽ രാജ്യസഭയിൽ എത്തിയ ഔദാര്യം പറഞ്ഞാൽ ഞാൻ ചാനൽ വഴി പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റില്ല എനിക്ക് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി, MP ആവുന്നതിന് മുമ്പുള്ള പ്രധാന കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം കൈരളി ചാനലിന്റെ MD ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, പാരലായിട്ട്, പാർട്ട് ടൈം. അതെനിക്ക് പറയാൻ പറ്റില്ല ചാനലിൽ. ഞാൻ സ്വകാര്യമായിട്ട് വേണമെങ്കിൽ സാറിന് പറഞ്ഞുതരാം. ചാനലിൽ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ MP ആണ്, എൻ്റെയും കൂടി. കാരണം രാജ്യസഭ MP അല്ലേ. ലോക്സഭ MP ആണെങ്കിൽ ഒരു മണ്ഡലത്തിന്, ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലം, അല്ലെങ്കിൽ അടൂർ പ്രകാശ് എന്ന് പറയുമ്പോൾ, ഇത് രാജ്യസഭ ആകുമ്പോൾ നമ്മളെല്ലാവരെയും കൂടി MP ആണ്, കേരളത്തിൻ്റെ മൊത്തം MP ആണ്. അദ്ദേഹം എങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റില്ല. മോശമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തില് ഇതിനെയൊക്കെ പരിഹസിക്കുക, ഈ സന്യാസിമാരുടെ അറിവിന്റെ തലങ്ങളിലേക്കൊന്നും പോകാൻ കഴിയാത്തത്, അത്തരത്തിലുള്ള ഒരു വായനയോ കാര്യങ്ങളൊന്നും ഇവർ. മാത്രമല്ല, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം എങ്ങനെ നടത്തി? വിശ്വാസ പ്രമാണത്തിനല്ലേ നടത്തിയത്. അടുത്ത വർഷം പോപ്പ് ഇവിടെ വരുമല്ലോ എന്നാണല്ലോ ഇപ്പൊ വിശ്വസിക്കുന്നത്. 26-ൽ പോപ്പ് വരുമ്പോഴോ എത്ര കോടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ചിലവാക്കി വരേണ്ടി വരുന്നത്? എത്ര കോടിയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചിലവാക്കേണ്ടി വരുന്നത്? എല്ലാ എല്ലാ പള്ളികളിലും, ക്രിസ്ത്യൻ പള്ളികളിലും പൂജ നടക്കും, സ്പെഷ്യൽ പൂജ നടക്കും, ലക്ഷങ്ങളായിരിക്കും. അല്ല, പോപ്പിനെ കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി മുൻകൈ എടുക്കുക. ആർക്കാണ്? അപ്പൊ എല്ലാ ചാനലുകളിലും പിന്നെ വേറെ വല്ല വാർത്ത കാണും? കൈരളി ചാനലായിരിക്കും ഒന്നാമത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാർത്ത കൊടുക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയാല്ല, നമ്മൾ ഫാക്റ്റ് പറയുമ്പോൾ ഫാക്റ്റ് പറയുന്നതാണ്, അക്കാഡമിക്കായിട്ട് പറയുമ്പോൾ അക്കാഡമിക്കായിട്ട് മറുപടി പറയുന്നതാണ്. അല്ലാതെ കൈരളി ചാനലിനെതിരെ ഞാനൊക്കെ സ്ഥിരം പോകുന്ന ചാനലുകളാണ്, ഇതിലെ പറയുന്നില്ല. കൈരളി ചാനൽ ഫുൾ ടൈം കൊടുക്കത്തില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? വിശ്വാസ പ്രമാണങ്ങൾ. അപ്പോൾ വിശ്വാസ പ്രമാണം എന്താണെന്നും, ഭാരതം എന്താണെന്നും, ഭാരതത്തിലെ സനാതന മൂല്യങ്ങൾ എന്താണെന്നും, ഇത് ആത്മീയതയുള്ള നാടാണെന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് 50 കോടി ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞു. പോട്ടെ, 5 കോടിയെങ്കിലും പോകുമല്ലോ, 10-1 5 കോടി ആളുകളെങ്കിലും അവിടെ പോകുമല്ലോ. ആ പോകുന്ന ആളുകളെ പരിഹസിക്കുന്നതിനാണ്. ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ ലോകത്തു നിന്ന് വന്നിട്ടുള്ള 10-20 രാജ്യങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് പേരുടെ ഇൻ്റർവ്യൂ കാണിച്ചു. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ മുൻജന്മം എത്രയോ തലമുറകൾ ചെയ്ത പുണ്യമാണ് ഞങ്ങൾക്കിവിടെ വന്ന് ഇത് തൊഴാനും ഈ ഇതിൽ മുങ്ങി കുളിക്കാൻ കഴിഞ്ഞതെന്ന്. അത്ര പവിത്രമായിട്ട് ലോകത്തിലെ ആളുകൾ കാണുന്ന ഒരു വിഷയത്തിലാണ് ചൈനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഈ ടിയാൻമെൻ സ്ക്വയറിൽ കുറേ പേരെ കൊന്നല്ലോ കുട്ടികളെ. അവിടെ വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ജനാധിപത്യമുണ്ടോ?
അവിടുത്തെ ഏതെങ്കിലും വാർത്ത പുറത്ത് വരുമോ? അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടെയല്ലേ? വിദേശ സർവകലാശാലകളിൽ നിന്ന് അവർ ഗവേഷകർ വന്ന് പഠനം നടത്താൻ തുടങ്ങി എന്നാണ് കുംഭമേളയെക്കുറിച്ച്. ആണല്ലോ. ഈ പറയുന്ന ചൈന, ഈ ഇദ്ദേഹം പറയുന്ന ചൈന നളന്ദ തക്ഷശിലയുടെ രേഖകൾ കിട്ടും, ആർക്കൈവിൽ ഇപ്പം കിട്ടും. നളന്ദയുടെയും തക്ഷശിലയുടെയും കിട്ടും, കേരളത്തിൽ കാന്തളോട് കിട്ടും. ചൈന ആ ആളിൻ്റെ പേര്, ആ ഫിലോസഫറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റില്ല, രാജാവിൻ്റെ സ്കോളർഷിപ്പോട് കൂടി ചൈനയിൽ നിന്ന് എവിടെ വന്ന് പഠിച്ചത്? ഇന്ത്യയിൽ വന്ന് പഠിച്ചത്. ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം, അതിലൊരു പ്രധാന ഫിലോസഫറുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകവും വന്നിട്ടുണ്ട് അന്ന്. ആ നളന്ദ തക്ഷശിലയും പിന്നെ കത്തിച്ചു കളഞ്ഞു, അത് വേറെ കാര്യം. ആ രണ്ട് സ്ഥലത്തും ചൈനയിൽ നിന്ന് ആളുകൾ വന്ന് പഠിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്നൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ട്. വലിയ പാരമ്പര്യമുള്ളൊരു നാടല്ലേ? ആ നാട്ടിനെ നോക്കി ഇങ്ങനെ കളിയാക്കി പറയാമോ? മാത്രമല്ല, ഇപ്പം ലോകം തിരിച്ചെടുക്കാം. ഞാൻ മോഡിക്ക് അനുകൂലമായിട്ടോ RSS സംഘീയമായിട്ട് പറയുന്നതല്ല, BJP ഒന്നുമല്ല. ഇപ്പം 5ാം സ്ഥാനത്തേക്ക് 5ാം സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമെന്നല്ലേ പറയുന്നത്. AI വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് പൈസ വെച്ചിരിക്കുകയല്ലേ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തില്ലേ ഇന്ത്യയിൽ, കോവിഡിന് പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചില്ലേ, യോഗ 150 രാജ്യങ്ങൾ പ്രചരിപ്പിച്ചില്ലേ. മോശമൊന്നുമല്ലല്ലോ. അത്ര മോശമാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് എടുക്കത്തില്ലല്ലോ സാറേ. മണ്ടന്മാരൊന്നുമല്ലല്ലോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലും ഐക്യരാഷ്ട്രസഭയിൽ ഇരിക്കുന്നവരൊക്കെ മണ്ടന്മാരും മന്ദബുദ്ധികളും അല്ലല്ലോ. അപ്പോൾ ഈ രാജ്യത്ത് ഇത് സനാതനത്തിൻ്റെ നാടാണ്. ഞാനീ പറഞ്ഞത് എടുക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വേറൊരു കാര്യം, ഇവിടുത്തെ സനാതന വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയണം, ഹിന്ദു വിശ്വാസത്തിലുള്ളവർക്ക് ഈ ഭൂമിയിൽ വേറെ പോകാനൊരു സ്ഥലമില്ല. വേറെ രാജ്യമില്ലല്ലോ സാറേ പോകാൻ. കുംഭമേള പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉത്സവമൊക്കെ നടത്തി ആഘോഷിച്ച് പോകാൻ വേറെ നാടില്ല. ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് ലോകത്തെല്ലായിടത്തും പോയി താമസിക്കുക. പ്രത്യേകിച്ച് ഫിൻലാൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയാൽ സുഖതാമസമുണ്ട്. അവിടെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, വേറെ വിശ്വാസ പ്രമാണമുള്ള ആളുകളാണ്. അവിടെ പോയി സുഖമായിട്ട് താമസിക്കുക. ഇവിടെ ഇത് പറഞ്ഞത് കുത്തിത്തിരിപ്പ് പരിപാടികളാണ് പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ല. ഭാരതത്തിലെ 19 ലോകത്തിലെ, ഭാരതത്തിലെ മാത്രമല്ല 19 കോടി ആളുകൾ അവിടെ വരുന്നൊരു സ്ഥലത്ത് നൂറ്റാണ്ടുകളായി 140 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഏറ്റവും പുണ്യമായ ഒരു പ്രവർത്തനം നടക്കുന്നതായി വിശ്വാസികൾ കരുതുന്നൊരു സ്ഥലത്ത് അതോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിലും അതിനെന്ത് ചെയ്യരുത്, അധിക്ഷേപിക്കരുത്. ഇദ്ദേഹം ഒരു MP കൂടെയാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല.